ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയ കാലത്തെ കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇന്നുള്ളവർക്കും ഇഷ്ടമാണ്. പക്ഷേ ചില കറികൾ ഇപ്പോൾ ഉള്ളവർ അത് മറന്നുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടർന്ന് പോരാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. വേണമെങ്കിൽ തീ കത്തിക്കാണ്ട് ഉണ്ടാക്കാം. എന്നാലും നമ്മൾ ചെറുതായ രീതിയിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ചെറിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചോറിന് ഒഴിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു കറി, വെളുത്തുള്ളി മോര് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങൾക്ക് നമുക്ക് ഉപ്പേരിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറി ചോറിന് നല്ല സ്യൂട്ടായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. വെളുത്തുള്ളി മോര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നാളികേരം, അതായത് ഒരു 1/2 കപ്പിനും മേലെ കണ്ട് നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തുടം വെളുത്തുള്ളി. അപ്പോൾ ഈ വെളുത്തുള്ളി മോര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി തന്നെ നമുക്ക് വേണം. അപ്പോൾ അത്രയ്ക്കും വെളുത്തുള്ളി തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്യാം. അതായത് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. 1 ഗ്ലാസ് നിറച്ച് തൈര് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ പകുതി ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് നമുക്ക് ഒരു ചട്ടിയിലേക്കോ, അല്ലെങ്കിൽ ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള തൈര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് കാച്ചിയിട്ടും കാച്ചാണ്ടും ഉപയോഗിക്കാം. ഇത് നല്ല ടേസ്റ്റാണ് ചോറിന്. ഇപ്പം നമ്മളിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കാച്ചുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ആഡ് ചെയ്താൽ മതി. നന്നായി ചൂടായി വരട്ടെ. 1/2 ടീസ്പൂൺ കടുക്, അത് നമുക്ക് പൊട്ടിക്കാം. വറ്റൽമുളക് 2 കേട്ടോ പൊട്ടിച്ചിട്ടത്. കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ ഈസി അല്ലേ, നല്ല ടേസ്റ്റുമാണ് ചോറിന് കൂട്ടി കഴിക്കുക. അപ്പോൾ എന്തായാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാലോ. ഒരു 2-3 മിനിറ്റ് ഒക്കെ മതി. നാളികേരം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ.